വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നാഹൂം 2-ാം അധ്യായം നിനവയുടെ നാശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനം വിശദീകരിക്കുന്നു. ശത്രുക്കൾ നിനവയെ ആക്രമിക്കാൻ വരുന്നു. നഗരത്തിന്റെ മതിലുകൾ തകർന്നുപോകും. രഥങ്ങളും സൈന്യങ്ങളും നഗരത്തിലൂടെ ഓടുന്നു. ഭീതിയും കലഹവും നിറഞ്ഞിരിക്കുന്നു. നിനവയുടെ സമ്പത്തും ധനവും കൊള്ളയടിക്കപ്പെടും. ഒരിക്കൽ ശക്തിയും സമ്പത്തും നിറഞ്ഞിരുന്ന നഗരം ഇപ്പോൾ ശൂന്യവും ഭീതിപരവുമാണ്. ദൈവം പ്രഖ്യാപിക്കുന്നു, നിനവയുടെ അഹങ്കാരവും ക്രൂരതയും കാരണം അവർക്ക് പൂർണ്ണനാശം വരും. ദൈവത്തിന്റെ വിധി അനീതിയെയും അഹങ്കാരത്തെയും ഒരിക്കലും ഒഴിവാക്കുകയില്ല. ഒരിക്കൽ ശക്തിയും സമ്പത്തും നിറഞ്ഞിരുന്ന നഗരങ്ങൾ പോലും ദൈവത്തിന്റെ വിധിയിൽ ശൂന്യമായി തീരാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ സുരക്ഷയും രക്ഷയും ഉറപ്പുള്ളൂ എന്ന് ഇവിടെ കാണാം. നാഹൂം 3-ാം അധ്യായം നിനവയുടെ അവസാന വിധിയും നാശവും വിശദീകരിക്കുന്നു. നിനവയെ രക്തനഗരമെന്ന് വിളിക്കുന്നു. കാരണം അവിടെ ക്രൂരത, കൊലപാതകം, വഞ്ചന എന്നിവ നിറഞ്ഞിരുന്നു. രഥങ്ങളും കുതിരകളും യുദ്ധത്തിന്റെ ശബ്ദങ്ങളും കൊലപാതകങ്ങളും നിറഞ്ഞ ഭീകരമായ ദൃശ്യങ്ങൾ വരുന്നു. നിനവയുടെ വേശ്യാപ്രവൃത്തിയും മന്ത്രവാദവും കാരണം അവർക്കെതിരെ ദൈവത്തിന്റെ വിധി പ്രഖ്യാപിക്കപ്പെടുന്നു. നഗരത്തിന്റെ സമ്പത്തും ശക്തിയും കൊള്ളയടിക്കപ്പെടും. ജനങ്ങൾ ഭീതിയിലും നാശത്തിലും വീഴും. നിനവയുടെ അഹങ്കാരവും ക്രൂരതയും കാരണം ലോകമെമ്പാടുമുള്ളവർ അവരുടെ നാശത്തിൽ സന്തോഷിക്കും. ദൈവം പ്രഖ്യാപിക്കുന്നു, നിനവയുടെ പരിക്ക് സുഖപ്പെടാത്തതാണ്. അവരുടെ വിധി അന്തിമമാണ്. നാഹൂം 3-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരവും ക്രൂരതയും ദൈവത്തിന്റെ വിധിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നീതി അനീതിയെ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ലോകം മുഴുവൻ നിനവയുടെ നാശത്തിൽ നീതിയുടെ വിജയം കാണും എന്നതാണ്. നാഹൂം പ്രവാചകന്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.